വരുമല്ലോ അല്ലേ? വന്നിരിക്കും. Mostly this one will be ready by the month end. ബോസ് അകത്ത് മീറ്റിംഗിലാണ്, ഇപ്പൊ കാണാൻ പറ്റില്ല. ഓ ഐ വാണ്ട് ദിസ് ബ്ലോക്ക് ആൻഡ് ദിസ് ബ്ലോക്ക് എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. പറയണ മനസ്സിലായില്ലടാ. ഓടാ. എന്താടാ നിനക്ക് കൊള്ളുന്നുണ്ടല്ലേ? ഇറ്റ്സ് ബേണിംഗ് റൈറ്റ്. പ്രിയയുടെ കാര്യത്തില് എനിക്ക് ഇത് തന്നെയാണ് സംഭവിച്ചത്. പ്രിയോ? ആരാടാ പ്രിയ? ഓർമ്മയുണ്ട് നിനക്ക്? പാനിപൂരിക്കാരന്റെ കയ്യില് 20,000 നീ കൊടുപ്പിച്ചില്ലേ? അതിന് ഹാഫ് ആൻ അവർ ബിഫോർ എന്താ സംഭവിച്ചെന്നറിയോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പ്രിയ. പക്ഷേ അതിനിടയ്ക്ക് എങ്ങനെയാ കല്യാണം? നമുക്കിപ്പോ 25 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയൊരു 5 to 6 ഇയർ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം. What? 5 to 6 years? ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പ്. എന്ന് വെച്ചാ ഞാൻ നിന്റെ കീപ്പായിരിക്കണം എന്നാണോ പറയുന്നത്? Come on Priya, be practical. All these things are common today. അത് നിനക്ക് കോമൺ ആയിരിക്കാം, എനിക്കും എന്റെ ഫാമിലിക്കും അങ്ങനെയല്ല. And I'm done with you. I just hate you. Let's break up. Hey Priya, hey Priya, Priya, hey Priya. പ്രിയ 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 എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾ എന്നെ ബ്രേക്ക് ചെയ്തിട്ട് പോയി. അതിന് കാരണം നീയാ. നിങ്ങൾ രണ്ടുപേരും എന്റെ ഈഗോയെ ടച്ച് ചെയ്തു. ആക്ച്വലി ശ്രീനിവാസ റാവു എന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത് 50,000 മാത്രം. പക്ഷെ ഞാനൊരു ഫേക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് ആ 50,000-ന് 2 സൈബർ ആഡ് ചെയ്ത് ജസ്റ്റ് 2 സൈബർ ഇപ്പോ അത് 50 lakhs ആയിരിക്കാണ്. പക്ഷെ അതില് വിറ്റ്നസിന്റെ കയ്യൊപ്പ് ആരുടെയാണെന്ന് അറിയാമോ? നിന്റെ അച്ഛൻ്റെത്. അതെങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ലല്ലേ? സാർ എന്റെ ക്ലബിന്റെ ആനിവേഴ്സറി ആണ് സാർ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 20,000 ബെറ്റ് വെക്കാം. ഒപ്പിട്ടാക്കാം. അതെങ്ങനെയാണ് നിന്റെ അച്ഛന് ബെറ്റിങ്ങിലുള്ള ഭ്രാന്ത് ആ സമയത്ത് ഉണ്ടായത്? എന്തിലാ സൈൻ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. നിന്റെ അച്ഛൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിന്റെ ലൈഫ് ഇങ്ങനെയാടാ. ഈ ഡോക്യുമെന്റിന്റെ കോപ്പി എടുത്തോണ്ട് പോയി നിന്റെ അച്ഛനെ കൊണ്ടേ കാണിക്കുക. പോ. ഷോക്കിൽ ചത്തുപോകുന്ന തോന്നേ. നിന്റെ കൺമുന്നിൽ വെച്ച് കാഞ്ചനയുടെ കഴുത്തിൽ താലി കെട്ടിയാലേ എന്റെ ഈഗോ സാറ്റിസ്ഫൈ ആവും. എന്റെ കല്യാണത്തിന്റെ ചീഫ് ഗസ്റ്റ് നീയാ. എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാനിപ്പോ ജീവനോടിരിക്കുന്നതിന്റെ കാരണം എന്റെ അച്ഛനാ. എന്റെ അച്ഛൻ ജീവനോടിരിക്കുന്നവരെ എന്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കുന്നാണ് എല്ലാവരും പറയുന്നത്. വാടോ അച്ഛാ. ഹലോ. മോനെ എവിടെയാടാ ഉള്ളേ? പുറത്തുള്ള. ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ. എവിടെയുള്ള? ക്രീംസ് റോഡിലാ. പുതിയ ക്ലബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വരുമ്പോ കുറച്ച് പണമായിട്ട് വരണേ. ശരി, വരാം.